ഹലോ എവ്രി വൺ, വെൽക്കം ടു സെല്ലുലോയിഡ്. സെല്ലുലോയിഡിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളത്തിലെ ദ ബിഗ് 2 M's, മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ, ഇവരുടെ രണ്ടുപേരുടെയും മകനായിട്ട് തന്നെ കരിയർ സിനിമയിൽ സ്റ്റാർട്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം കൈവന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇന്നത്തെ സെല്ലുലോയിഡിലെ നമ്മുടെ അതിഥി. ഒരു ആക്ടർ മാത്രമല്ല, അതിലുപരി ഒരു അമേസിംഗ് ഡാൻസർ കൂടിയാണ്. സോ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രജ്വൽ പ്രസാദ്. ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ആക്ച്വലി ഈ ഒരു മുഖം നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഈ ഒരു മുഖം നമ്മൾ കണ്ടിട്ട് കുറച്ചധികം നാളുകളായി. എവിടെയായിരുന്നു ഇത്രയും നാളും? ഞാൻ കുറച്ചു കാലം വിട്ടിരിക്കായിരുന്നു. ഞാൻ കുറച്ചു കാലം ദുബായിലൊക്കെ പഠിത്തമൊക്കെ ചെയ്യണല്ലോ. അപ്പൊ അതിനായിട്ട് ഞാൻ കോളേജ് ചെയ്യാൻ പോയി ബാംഗ്ലൂരിൽ. പിന്നെ കുറച്ചു കാലം വർക്ക് ചെയ്തു. തിരിച്ചു വന്നിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് പൈസയും കഞ്ഞി കുടിക്കാനൊക്കെ വേണ്ടേ. അപ്പോൾ അതിന്റെ പുറകിലായിരുന്നു കുറച്ച്. ഓക്കെ, എനിക്ക് തോന്നുന്നു അപ്പോൾ പ്രജ്വൽ ഇങ്ങനെ കരിയറൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു പേഴ്സൺ ആണ്. കാരണം സാധാരണ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നമ്മളൊരു ബ്രേക്ക് എടുത്ത് അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, അതും ആ ഒരു സമയത്ത് എന്റെ പീക്കിലാണ് ഞാൻ എടുത്ത് പോയതും. അതെനിക്ക് തോന്നിയത് ഈ കാണുന്ന എല്ലാ നമ്മളുടെ ആക്ടേഴ്സിനും ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്ന് വെച്ചാൽ മമ്മൂട്ടി അങ്കിൾ ഒരു ലോയറാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു ഫീൽഡ് ഉണ്ട് എഡ്യൂക്കേഷൻ വൈസ്. അപ്പൊ എനിക്ക് തോന്നി നമുക്ക് സമയമുണ്ട്, ട്രൈ ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ഐ വാണ്ടഡ് ടു ബി എ ലിറ്റിൽ മോർ സേഫ് ഇൻ ലൈഫ്. എനിക്ക് ബിസിനസ്സും സെയിൽസും മാർക്കറ്റിംഗും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പൊ അതൊക്കെ ചെയ്ത് ഒന്ന് പഠിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ മുഖം നമ്മൾ വീണ്ടും കണ്ടത് ഇപ്പോൾ റീസെന്റ് റിലീസായ ജയ് ഗണേഷിലൂടെ ആയിരുന്നു. അപ്പം ആ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് വൈ ഡിഡ് യു ചൂസ് ദാറ്റ് ഫിലിം? Why did I choose that film? Because രഞ്ജിത്ത് അങ്കിൾ എന്നെ വിളിച്ച് ഏൽപ്പിച്ച ഒരു റോളായിരുന്നു. രഞ്ജിത്ത് അങ്കിൾ നേരത്തെയും പറഞ്ഞത് ഇത് വർഷം പോലെ തന്നെ കുറേ സ്ക്രീൻ ടൈം ഒന്നുമില്ല, പക്ഷേ ഈ ക്യാരക്ടറിനൊരു പ്രാധാന്യമുണ്ട്. ആൻഡ് നിന്റെ മുഖം എനിക്ക് ആ ക്യാരക്ടറിൽ ഫിറ്റ് ആവുമെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ വന്നു. ആൻഡ് ഐ ഫിഗേർഡ് ഈ ഒരു സമയത്ത് ജയഗണേഷ് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എൻ്റെ ഒരു ഭാഗ്യം. ബട്ട് ഓണസ്റ്റ്ലി ഐ ഫീൽ ലൈക്ക് ദാറ്റ് മൂവി ഹാസ് സോ മച്ച് മോർ ദൻ ഇപ്പോൾ ആൾക്കാർ പറയുന്നതിൻ്റെ എത്രയോ കൂടുതൽ ഓഫർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കുമ്പോഴും രഞ്ജിത്ത് അങ്കിൾ എന്നോട് സ്റ്റോറി പറയുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ടു ബി പാർട്ട് ഓഫ് ദാറ്റ് പ്രോജക്റ്റ്. സോ അതൊരു നല്ലൊരു കംബാക്ക് ആയിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കംഫർട്ടബിൾ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര വലിയ ഭാഗ്യമാണ്. ബിക്കോസ് നമുക്ക് തന്നെ കുറേ ഇങ്ങനെ തോട്ട് പ്രോസസ്സ് വരും, ആങ്സൈറ്റി ഉണ്ടാവും, എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഒരു കംഫർട്ടബിൾ ഗ്രൂപ്പ് ഉണ്ടായത് എനിക്കൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ വർഷം എന്ന് പറയുന്ന ഫിലിമൊക്കെ ഞാൻ ഫാമിലി ആയിട്ട് പോയി തിയേറ്ററിൽ കണ്ട സിനിമയാണ്. ഇപ്പോഴും അത് ടി വിയിൽ കാണുമ്പോൾ നമ്മളിരുന്ന് കരയും. ലൈക്ക് പ്രജ്വലിൻ്റെ ആ സീനും മറ്റേതൊക്കെ കാണുമ്പോൾ അതിന് ശേഷമുള്ള വിഷമം കാണുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര വിഷമാവും. ലൈക്ക് കുറച്ച് നേരം ഒരു സ്ക്രീൻ ടൈം ഉള്ളെങ്കിലും ദ ഹോൾ ഫിലിം റിവോൾവ്സ് അറൗണ്ട് യു. അപ്പം ഇത്രയുള്ള റോൾസ് ചെയ്ത് ഒരു ബ്രേക്ക് എടുത്ത് ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്നത് ആ സിനിമ വെച്ചിട്ടാണ്. എത്ര ഫോർച്ചുനേറ്റ് ആയിട്ട് തോന്നുന്നത്? അയ്യോ, അത് ഭയങ്കര ഫോർച്ചുനേറ്റാണ്. ബിക്കോസ് എത്ര ആൾക്കാർക്ക് ഇത് പറയാൻ പറ്റും എന്ന് വെച്ചാൽ പ്രോബബ്ലി എൻ്റെ മുഖം കണ്ടാൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കാം. എത്ര വർഷമായി ഇപ്പോൾ ആ ഫിലിം റിലീസ് ആയിട്ട്? 8-9 വർഷമായി. വർഷം ഇറങ്ങിയിട്ട്. അപ്പോൾ സ്പിരിറ്റ് ഇറങ്ങിയിട്ട് എത്ര വർഷമായി? സോ അതെൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞാൽ അവർക്ക് നോട്ടീസബിൾ ആണ്. അറ്റ്ലീസ്റ്റ് ഈ 2 സിനിമകൾ പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഓ ഇത് അവനാണോ എന്നുള്ളത് തോന്നും. എനിക്ക് ഇപ്പം ആക്ച്വലി ഞാൻ താടി വെട്ടിയത് കൊണ്ടാണ് കുറച്ചും കൂടി മനസ്സിലാവുന്നത്. താടിയും കൂടെ വന്നാൽ ആർക്കും എന്തായാലും മനസ്സിലാവില്ല. ബട്ട് ഐ എം റിയലി ഫോർച്ചുനേറ്റ് ദാറ്റ് എൻ്റെ ഫസ്റ്റ് 2 സിനിമയും ആൾക്കാരോട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർ കണക്ട് ചെയ്യുന്ന രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അതൊരു ഭയങ്കര ഫോർച്ചുനേറ്റ് സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാനിപ്പം നേരത്തെ പറഞ്ഞു സിനിമയിൽ കൂടെ അല്ലാതെ ഒരു വലിയ ഡാൻസർ കൂടിയിട്ടാണ് പ്രജ്വൽ. അപ്പോൾ പ്രജ്വലിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടാസ്ക് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം പ്രജ്വലിൻ്റെ ഒരിടയിലെ ഇൻസ്റ്റഗ്രാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും താടിയൊക്കെ വളർത്തി ആകെ ഗ്രോൺ അപ്പ് ബോയ് ആയിട്ട് കണ്ടപ്പോൾ ഇത് നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും മകനല്ലേ, ഇത് സ്പിരിറ്റിലെ പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഫോട്ടോ കിടന്ന് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. കണ്ടിരുന്നു അതൊക്കെ ഇടയ്ക്ക്? അപ്പം ആ ഒരു എന്താ പറയുക പ്യൂബർട്ടി ഹിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ അപ്പ് ഇല്ലേ, ആ ഒരു സംഭവമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അന്നേരം ക്രഷ് അടിച്ച ഒരുപാട് പെൺകുട്ടികൾ ഇപ്പം നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഡാൻസ് സ്റ്റെപ്പ് ചെയ്തിട്ട് ഒരു പ്രപ്പോസൽ കൊടുക്കാമോ? ഒരു പ്രപ്പോസലോ? അങ്ങനെ ഒന്നാക്കുന്ന 2-3 എല്ലാവർക്കും എടുത്തോട്ടെ. താങ്ക് യു പ്രജ്വൽ. എന്തായാലും നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ നേരിട്ട് വന്ന് എപ്പോഴെങ്കിലും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരു പ്രണയാഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടോ? പണ്ട് ഇവിടെ ഉണ്ടാവുമ്പോൾ കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഗോൾ ഓറിയന്റഡ് ആയതുകൊണ്ട്
നമ്മൾ അതിലൊന്നും പിറകിൽ നടക്കാറില്ല. ശരിയാ. ഞാനിപ്പം ഓഫ് ക്യാമറ പ്രജ്വലിന്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 5 വർഷത്തെ പ്ലാൻ പക്കായിട്ടുണ്ട് പ്രജ്വലിന്റെ കയ്യിൽ. ശരിയല്ലേ? അല്ല, ആക്ടർ അല്ലേ, അപ്പൊ ആക്ടിങ്ങിലാണ് ഇത് പിടിച്ചത്. 5 വർഷത്തിന്റെ പ്ലാൻ ഒന്നും ഇല്ല, ആരുടെ കയ്യിലും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഒരു ഊഹത്തിൽ ഒരു ഗോളും നോക്കി നടക്കുക തന്നെ. വാട്ട് ഈസ് യുവർ ഗോൾ എക്സാക്ട്ലി? ഐ വോണ്ട് ബി കംപ്ലീറ്റ്ലി പാർട്ട് ഓഫ് ദിസ് ഫിലിം ഇൻഡസ്ട്രി. ആക്ടിങ് വൈസ് മാത്രമല്ല, എനിക്ക് വേറെ ഡിറക്ഷൻ ആയാലും പ്രൊഡക്ഷൻ ആയാലും ഇൻവോൾവ് ആവണം എന്നുണ്ട്. അപ്പൊ അതാണ് എന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ. അപ്പൊ പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് ദുബായിൽ പോയിട്ട് വർക്ക് ചെയ്ത് എന്തായിരുന്നു? ലൈക്ക് അപ്പോഴും സിനിമ പെർസ്യൂ ചെയ്യാൻ എന്താ പെർസ്യൂ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കോളേജ് തീർക്കണമായിരുന്നു. അപ്പൊ കോളേജ് തീർത്തപ്പോൾ എനിക്ക് ആ ഫീൽഡിൽ ഒന്ന് വർക്ക് ചെയ്താൽ കുറച്ചും കൂടി ആൾക്കാർ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആൾക്കാരോട് സംസാരിക്കുന്നതും അവരുടെ എക്സ്പീരിയൻസസ് നിന്ന് പഠിക്കുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ അടി കൊണ്ടേ പഠിക്കും എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആരെങ്കിലും എന്നോട് പറഞ്ഞെന്നാൽ ഞാനത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അവരുടെ എക്സ്പീരിയൻസസ് നിന്ന് പഠിക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ എനിക്ക് തോന്നി സെയിൽസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 കമ്പനീസിൽ വർക്ക് ചെയ്തു, ഇവിടെ വർക്ക് ചെയ്തു, ദുബായിൽ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഓക്കെ, ആഫ്റ്റർ സം ടൈം ഐ ഫിഗർഡ് ഇതിൻ്റെ സമയമായി, ഇറ്റ്സ് ടൈം ടു കം ബാക്ക് ആൻഡ് ട്രൈ അഗൈൻ. ബിക്കോസ് റാപ്പപ്പ് ചെയ്യാൻ, ആ ലൈഫ് റാപ്പപ്പ് ചെയ്യാനായി. ബിക്കോസ് മലയാളം ഇൻഡസ്ട്രി ഇത്രയും കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഐ ഫിഗർഡ് നോ, ഐ കാൺട്ട് വേസ്റ്റ് എനി മോർ ടൈം നൗ, ഐ ഹാവ് ടു കം ബാക്ക്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാനുള്ളൊരു പീരീഡ് ഉണ്ടാവും, ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടാവും. ആ സ്ട്രഗിൾ പീരീഡും കഴിഞ്ഞ് നമ്മളൊന്ന് സക്സസ്ഫുൾ ആവാൻ തുടങ്ങുമ്പോൾ ഇറ്റ് ഷുഡൻ ബി ടു ലേറ്റ്. അതുകൊണ്ട് ഞാൻ അത് വിട്ടിട്ട് വന്നു. അതന്നെ കാര്യം. പ്രജ്വലിന് ഇതിനു മുമ്പ് ഏതോ ഒരു വീഡിയോ ക്ലിപ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ബിസിനസ്സുകാരനാവാനാണ് ആഗ്രഹം. അപ്പൊ എങ്ങനെയാണ് ആ ആഗ്രഹം ഷിഫ്റ്റ് ചെയ്തിപ്പം? പണ്ട് പറഞ്ഞൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. ഞാൻ ചെറുപ്പത്തിൽ വലിയ മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ണും കാണാതെ ബിസിനസ്മാൻ ആവണം. പക്ഷെ അതിപ്പോഴും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പുറത്ത് സെയിൽസും മാർക്കറ്റിങ്ങും ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ്. എനിക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, കൊച്ചിയിലും നടക്കുന്നുണ്ട് സൈഡ് ബൈ സൈഡ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദർ. ഞാനൊരു ബിസിനസ് പേഴ്സൺ മൈൻഡഡ് ആണ്. അപ്പോൾ അതെന്തായാലും സൈഡിൽ കൂടെ നടക്കും. പക്ഷെ മേജർ ഫോക്കസ് സിനിമ തന്നെയായിരിക്കും. വാവ്, നമ്മൾ കണ്ട ആ പൈലിൽ നിന്ന് വളരെയധികം വളർന്നു പോയി ഗൈസ്. ഇപ്പോൾ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമൊക്കെ ഓൺ ചെയ്യാൻ മാത്രമൊക്കെ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം. അതെ അതെ. ഓക്കെ, അപ്പം ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മകൻ എങ്ങനെയായിരുന്നു? പഠിക്കുമായിരുന്നു? നന്നായി പഠിക്കുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ വലിയ പ്രശ്നം ഇല്ലാതെ പഠിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു. പെട്ടെന്ന് 12ലെയോ 10ലെയോ മാർക്ക് ഞാൻ ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല, നല്ല തന്നെയായിരുന്നു. എത്രയായിരുന്നു? 10ൽ വേണോ 12ൽ വേണോ? രണ്ടും പറ കേൾക്കാം. 10ൽ 9.6 ഉണ്ട് GPA, പിന്നെ 12ൽ ഒരു 90% ഉണ്ട്. ഇത് ടാലന്റ് ആണ്, പഠിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ഓൾറൗണ്ടർ ആയിരുന്നല്ലേ ആ സമയത്ത്? കുഴപ്പമില്ലാണ്ട് എന്തൊക്കെയോ ചെയ്യായിരുന്നു. ടീച്ചേഴ്സിന്റെ ഒക്കെ പെറ്റ് ആ ഒരു ഇതിലായിരുന്നോ? ചെറിയ രീതിയിൽ. നമ്മൾ പിന്നെ എല്ലാത്തിലും വേറെ കാര്യമുണ്ട്, പഠിത്തം മാത്രമല്ല, നമ്മളെ സ്കൂൾ സ്പെഷ്യലി എല്ലാത്തിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ സ്വിമ്മിങ് ആയാലും, ഞാൻ നാഷണൽസിൽ പോയിട്ടുണ്ട്. ഡാൻസിന്റെ എന്ത് ഷോ വന്നാലും അവര് സ്റ്റേജിൽ കയറ്റും. പിന്നെ പ്ലേസ് ഒക്കെ ഉണ്ടാവുമ്പോൾ കയറ്റും. നമുക്ക് ലയൺ കിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ സംഭവം ഒക്കെ ഉണ്ടായി. അപ്പൊ അതിനൊക്കെ ഇൻവോൾവ് ആവുമ്പോൾ ടീച്ചേഴ്സിന് പിന്നെ ഇഷ്ടപ്പെടുമല്ലോ, പിന്നെ നന്നായി പഠിക്കുകയും ചെയ്യും, പിന്നെ പ്രശ്നമില്ലാതെ പഠിക്കും. ഓൾറെഡി പ്രജ്വൽ ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരു മകൻ, ഒരു ഓൾറൗണ്ടർ ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു സാധാരണ ഒരു രീതി എടുത്ത് നോക്കുകയാണെങ്കിൽ പേരൻസ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് പഠിക്കാനായിരിക്കും, ലൈക്ക് അക്കാഡമിക്സിനായിരിക്കും അവർ കൂടുതൽ ഒരു എംഫസിസ് കൊടുക്കുന്നത്. പ്രജ്വലിൻ്റെ പേരൻസ് എങ്ങനെയായിരുന്നു? അയ്യോ, എൻ്റെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു. പഠിത്തം ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊരു കൊച്ചിനും ഒരു പേരൻറ്റ് പഠിക്കണം എന്നേ അവർ പറയൂ. പക്ഷേ അമ്മയാണ് എന്നെ സ്റ്റാർട്ടിങ് തൊട്ട് ഏതൊരു ഷോ ഉണ്ടായിരുന്നെങ്കിലും അമ്മയായിരുന്നു കൊണ്ടുപോകാറ്. എന്ന് വെച്ചാൽ പ്രാക്ടീസ് ആയാലും നമ്മുടെ ഷോന് ട്രാവൽ ആയാലും. സോ അവരുടെ സൈഡിൽ നിന്ന് അവർ ഭയങ്കര എനിക്ക് ഒരു 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 മോട്ടിവേഷൻ ആയിരുന്നു. ബിക്കോസ് ദേ വാണ്ടഡ് ടു സീ മീ ഡു സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അമ്മ ചോദിക്കായിരുന്നു, എനിക്കൊക്കെ എന്തിൻ്റെ പ്രാന്താണ്, നീ എന്തിനാ വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഡാൻസിൻ്റെയോ എന്തെങ്കിലും ഒരു സംഭവം നീ എന്തിനാ വിട്ടിട്ട് ഇത് കളിക്കുന്നതെന്നാണ് ചോദ്യം. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര പുഷ് ചെയ്യുന്ന പേരൻസ്. എന്ന് വെച്ചാൽ പഠിത്തം മാത്രമല്ല, ഞാനും എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് പറയുന്നത് കേട്ടതാണ്. ബിക്കോസ് വെൻ ഒരു കൊച്ചൊരു ഡാൻസിലോട്ട് ചേരുമ്പോൾ അത് ഒരു സ്കില്ല് മാത്രം അല്ല അതിൻ്റെ അകത്ത് നിന്ന് പഠിക്കുന്നത്, ഒരു പേഴ്സണാലിറ്റി ബിൽഡിങ് എന്നുള്ളൊരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറേ പേരൻസിന് അത് അറിയില്ല, വിച്ച് ഇസ്
നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അത് ഏതൊരു സ്കില്ലായാലും ഡാൻസ് വേണമെന്നില്ല, കൊച്ചിന് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടായാലും അത് ചേരണം എന്നേ ഞാൻ പറയൂ. അത് ഞാൻ പഠിച്ചത് എൻ്റെ അമ്മേൻ്റെ അടുത്ത്, അമ്മയോ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും നടക്കില്ലായിരുന്നു. സിംഗിൾ കിഡ്, ഒറ്റ മകൻ? അല്ല, ഒരു ചേച്ചിയുണ്ട്, 7 വയസ്സ് മൂത്തൊരു ചേച്ചി. ആണോ? ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി എല്ലാവരും ദുബായിലാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡാൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ലൈക്ക് ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഡാൻസ് കൊണ്ട് പ്രജ്വലിന് ഉണ്ടായ ഒരു വലിയ നേട്ടം, സിനിമ യെസ് വി നോ, എന്താണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ? ഡാൻസ്, എവറിത്തിങ് ഐ ആം നൗ ഇസ് ബിക്കോസ് ഓഫ് ഡാൻസ്. ഞാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 2ാം വയസ്സില. ഇത് തള്ളുന്നല്ല, മറ്റേ നീന്തൽ അതല്ല. ഞാൻ പറഞ്ഞത്, ഞാൻ ചേച്ചിയുടെ കൂടെ, ചേച്ചി ഡാൻസ് പഠിക്കായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ 7 വയസ്സ് മൂത്തതാ. അപ്പോൾ ആ സമയത്ത് ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴും ഞാൻ കൂടെ പോവാറുണ്ടായി. അപ്പോൾ സ്ലൈറ്റ്ലി ഡാൻസ് ഇങ്ങനെ ബോഡിയൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയത് 2ാം വയസ്സിലാണ്. അപ്പോൾ ആ സമയം തൊട്ട് ഇറ്റ്സ് ബിൻ ഷേപ്പിംഗ് ഹൂ ഐ ആം. അപ്പോൾ എന്തുണ്ടെങ്കിലും, ഞാനിപ്പോൾ എന്താണെങ്കിലും, ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഫുൾ ഡാൻസിൻ്റെ ക്രെഡിറ്റാണ്. ആൻഡ് യാ, ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡാൻസ് ഇൻ മൈ ലൈഫ്. മമ്മൂട്ടി സാറിൻ്റെ കൂടെയും ലാലേൻ്റെ കൂടെയും അവരുടെ കൂടെയൊക്കെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. എനിക്ക് ഉറപ്പാണ് ഇന്നും മേ ബി മനസ്സിലൊരു സ്പെഷ്യൽ സ്ഥാനം ആ ദിവസങ്ങൾക്ക്, ആ ഷൂട്ടിംഗ് ഡേയ്സിനുണ്ടായിരിക്കും അല്ലേ? അപ്പം അവരിൽ നിന്ന് പ്രജ്വൽ അന്നത്തെ ആ ഒരു ടീനേജ് ബോയ് പഠിച്ചെടുത്തൊരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും? ഒന്ന്, അവരുടെ പാഷൻ ആണ്. എന്നുവെച്ചാൽ അവർ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ ഓരോരോ രോമം അഭിനയിക്കുന്നു എന്നൊക്കെ. ഐ ഫിഗേർഡ് അതായിരുന്നു ഏറ്റവും. അവർ സ്ക്രീനിലോട്ട് കയറുമ്പോൾ, എന്ന് വെച്ചാൽ ഫ്രെയിമിലോട്ട് കയറി ആക്ഷൻ പറയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പേഴ്സണാണ്. മമ്മൂട്ടി അങ്കിളും ആശാണ്ടിയും ഞാനും വർഷത്തിൻ്റെ സെറ്റിൻ്റെ സമയത്ത് ഒരു 20-25 ഡേയ്സ് ആയിരുന്നു കംപ്ലീറ്റ്ലി ഷൂട്ട് ഉണ്ടായത്. ഫുൾ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. നമ്മൾ അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടായില്ല. എന്ന് വെച്ചാൽ കട്ട് വിളിക്കുമ്പോൾ മമ്മൂട്ടി അങ്കിൾ പോകുന്നു, ക്യാരവാനിലിരിക്കുന്നു, അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, മമ്മൂട്ടി അങ്കിളുടെ ക്യാരവാനിൽ പോകുന്നു, അവിടെ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്യുന്നു, മുണ്ട് വീണു പോകുമ്പോൾ മുണ്ട് ഉടുപ്പിച്ചിരുന്നു മമ്മൂട്ടി അങ്കിൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു ആ സമയത്ത് സ്പെഷ്യലി പബ്ലിക്കിനോട് മമ്മൂട്ടി അങ്കിൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിരുന്നില്ല ഇപ്പോഴത്തെ പോലെ. അപ്പോൾ അവരോട് ഞാനിത് പറയുമ്പോൾ അവർക്ക് അതിശയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മമ്മൂട്ടി അങ്കിൾ കുറച്ചിങ്ങനെ ഹാർഷ് ആളല്ലേ, പക്ഷെ ഒട്ടും ആയിരുന്നില്ല. I figured that was a very, very, very important thing I learned. അവർക്കൊക്കെ പാഷനോടെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം, ആ പാഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അവരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റി. അപ്പോൾ ലാലേട്ടനിൽ നിന്ന് ഇതേപോലെ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും? പഠിക്കുന്നതല്ല, ഞാൻ ആക്ച്വലി ഒരു ഫണി ആസ്പെക്ട് പറയാം. ഞാൻ ഫസ്റ്റ് സ്പിരിറ്റിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ രഞ്ജിത്ത് അങ്കിൾ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുൾ സെറ്റാണ്. എന്ന് വെച്ചാൽ 2-3 ദിവസം നമ്മൾ ഡെഫ് ആൻഡ് ഡം സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ട്. സോ ഐ എം പ്രിറ്റി കോൺഫിഡൻറ്റ്. നമ്മൾ ഡാൻസർ ആയതുകൊണ്ട് ഡയലോഗൊന്നും ഇല്ലല്ലോ, മേടിക്കണ്ടല്ലോ, നമ്മൾ കൈവച്ചിട്ടുള്ള പരിപാടിയില്ലേ. അപ്പോൾ ഞാൻ ഫുൾ കോൺഫിഡൻസിൽ ഇങ്ങനെ നടന്ന് ഫസ്റ്റ് സീൻ രഞ്ജിത്ത് അങ്കിൾ പറയാണ്, ഓക്കെ ലാലിൻ്റെ വയറിന് മേലെ കയറിയിരിക്കുന്നു. ഫസ്റ്റ് സീനാണ്, നമ്മൾ ഒരിക്കലും ഒരു സിനിമയോ ഒരു ഷൂട്ടിങ്ങും ചെയ്തിട്ടില്ല. അപ്പോൾ പഠിച്ചത് എന്താ വെച്ചാൽ അങ്കിളിന് വേറൊരാളെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് കണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര ആങ്സൈറ്റിയോടെ പോയെ. ബിക്കോസ് യു ഡോണ്ട് നോ, ലെജൻഡ് അല്ലേ, എന്ത് അങ്കിൾ എന്താ പറയാന്നൊന്നും അറിയില്ല നമുക്ക്. ബട്ട് ഹി മേഡ് മീ സോ കംഫർട്ടബിൾ. അങ്ങനെയല്ല, ഫസ്റ്റ് കയറിയിരിക്കുമ്പോൾ തന്നെ കുറച്ച് കംഫർട്ടബിൾ ആക്കാൻ നോക്കും. നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ അങ്കിളിന് മനസ്സിലാവുമായിരിക്കും. സ്പെഷ്യലി ആ സമയത്ത് ഒരു കുട്ടിയാണ്, ഭയങ്കര മോർ എക്സ്പ്രസീവ് ആണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും, അയ്യോ എന്നൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്കിള് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, മോൻ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് ആയി. ഓക്കെ. എന്നിട്ട് അങ്കിൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ കയറിയത് സീനിലേക്ക്. അപ്പോൾ അത് എങ്ങനെ പഠിക്കണ്ടേ എന്നറിയില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ അത് ക്ലിയർ കട്ടായിട്ടുണ്ട് ഇന്നും ആ ഒരു വിഷൻ. അതൊക്കെ മറക്കാൻ പറ്റുമോ? അത് മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പൊട്ടറല്ലേ. തീർച്ചയായിട്ടും ഇത്ര നേരം സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഐ ക്യാൻ സീ ആ ഒരു സ്പാർക്കിൾ ഇൻ യുവർ ഐസ് ഈ ദിവസങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ. ഓക്കെ, ഈ വയറ് കയറിയിരിക്കുന്ന സീൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്, വർഷത്തിൽ പ്രജ്വലിന്റെ ലാസ്റ്റ് ഷോട്ട് ഉണ്ടല്ലോ, കഥ കടക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പ് മമ്മൂട്ടി സാറായിട്ട് ഒരു ചെറിയൊരു ദേഷ്യപ്പെടുന്ന ഒരു സീനുണ്ട്.
ലൈക്ക് ആ ഒരു പൈസ കൊടുത്തതിൻ്റെ ഒരു ഇത്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ദേഷ്യം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മമ്മൂട്ടി അങ്കിളും ആശാന്റിയും ഞാനും ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല ഭക്ഷണമായിരുന്നേ, ആ സീനിൽ ആക്ച്വലി നല്ലൊരു ഭക്ഷണമായിരുന്നു. ചിക്കൻ ഫ്രൈ, ബീഫ്, ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അങ്കിള് പറഞ്ഞു, രഞ്ജിത്ത് അങ്കിള് പറഞ്ഞില്ലായിരുന്നു അടി ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം കാണിക്കും എന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാലോ. അപ്പോൾ സീൻ സ്റ്റാർട്ട് ചെയ്തു, അതെടുത്ത് വെച്ചു, പിന്നെ അടിയായിരുന്നു. ഞാൻ വെറുതെ അല്ല, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫാമിലി പോലെ ആയതിനാൽ അതൊക്കെ റിയലാണ്. നല്ല അടി കിട്ടിയിരുന്നു, വേണമെങ്കിൽ കാണിച്ചുതരാം. പക്ഷേ അതൊരു ഒരു നൈസ് സീക്വൻസ്. ഇൻഫാക്ട് ജയഗണേഷിലും അങ്ങനെ ഒരു സീൻ ഉണ്ടായി, വേറെ ഉണ്ണിച്ചേട്ടൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. രഞ്ജിത്ത് അങ്കിൾ എന്നോട് പറഞ്ഞില്ല ഇങ്ങനെ ഒരു ഉണ്ണിച്ചേട്ടനും പറഞ്ഞില്ല. ഉണ്ണിച്ചേട്ടൻ പറയാത്തതിന്റെ കാരണം പിന്നെ പറഞ്ഞു, ഓക്കെ എനിക്ക് വേണമായിരുന്നു. ഒരു രഞ്ജിത്ത് അങ്കിൾ എന്നോട് സ്ക്രിപ്റ്റിന്റെ കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ പറഞ്ഞില്ല. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഇടുങ്ങിപ്പോയി. രഞ്ജിത്ത് അങ്കിൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിടിക്കാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നി കേട്ടോ, ബിക്കോസ് നമ്മൾ അറിയാതെ കുറെ റിയാക്ഷൻസ് വരുന്നത് പിടിക്കാൻ നോക്കും. അപ്പോ അങ്ങനെ ആ സീൻ ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു മമ്മൂട്ടി അങ്കിളുടെ കൂടെ. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ നിന്ന് ഈ വർത്താനം അല്ലാണ്ട് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എക്സ്പ്ലോർ ചെയ്യാം. വൈ നോട്ട്? സോ ഞാനിപ്പോൾ പ്രജ്വലിനെയും കൊണ്ട് ഫൈനലി എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ കുറേ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. സോ അത്യാവശ്യം നല്ല വെയിലുണ്ടല്ലേ? നല്ല തണുപ്പല്ലേ? ഓക്കെ, സോ ഞാൻ ചോദിക്കട്ടെ, പ്രജ്വൽ ഇപ്പം മേ ബി ദുബായിലൊക്കെ പോയിട്ടുണ്ട് ജോലിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അതല്ലാതെ ഷോസ് ആയിട്ടും യു വിൽ ബി ട്രാവലിംഗ് എ ലോട്ട്. കണ്ടതിൽ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്താണ്? എനിക്ക് ദുബായ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഐ മീൻ അങ്ങനെ നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യാൻ ഞാൻ മാൽദീവ്സ് ഒരിക്കൽ പോയിട്ടുണ്ടായി ഷോന്. എനിക്ക് മാൽദീവ്സ് എന്ന് പറയുന്ന ആ ഒരു കൺട്രി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതർവൈസ് എനിക്ക് ദുബായ് ഭയങ്കര പ്രിയനാണ്. ഇപ്പം കടലിനെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ. അപ്പം ഞാൻ കുറച്ച് കാവ്യാത്മകമായിട്ട് ഐ ആസ്ക് യു, വാട്ട് ഡസ് ഒരു കടൽ മീൻ ഫോർ യു? കടൽ മീൻ ഫോർ മീയോ ഇറ്റ് മീൻസ് സെറനിറ്റി. ഭയങ്കര എനിക്ക് ഇങ്ങനെ കുറേ നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ, സിനിമയിലുള്ള ആൾക്കാർ കുറേ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന ആൾക്കാരായതിനാൽ ചില സമയത്ത് ഓവറായിട്ട് നമുക്കിങ്ങനെ സാഡ് ആവുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് എന്തോ ഇവിടുത്തെ കാറ്റും ഈ ഒച്ചയും സംതിങ് വെരി റിലാക്സിങ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഫോർട്ട് കൊച്ചി ഞാൻ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ ഷോസ് ചെയ്യുന്ന സമയം ഞാൻ ഡാൻസ് പഠിക്കുന്നതൊക്കെ ഇവിടെയായിരുന്നു. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ രാത്രികളും ഈ ഒരു സ്പെസിഫിക് ബീച്ചിൽ തന്നെയാണ് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാറ്. സാധാരണ സെല്ലോയിൽ തന്നെ എൻ്റെ ഗസ്റ്റുകളുണ്ടല്ലോ പ്രജ്വലെ, ഞാൻ ഇരുത്തി നല്ല കംഫർട്ടബിൾ ആക്കി സംസാരിക്കും. ഇപ്പം വന്നപ്പോൾ തൊട്ട് നമ്മൾ കുറേ നേരം നിൽക്കുകയാണ്. അതെ അതെ, കുറേ നേരമായി നിൽക്കുന്നത്. എവിടെയെങ്കിലും ഇരിക്കാൻ? അതെ, ഇരുന്ന് വെയിൽ കൊള്ളണ്ട കുറച്ച്. ലെറ്റ്സ് ഗോ. ഇനി പ്രജ്വലിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പ്രജ്വലിന്റെ ഫോണിൽ പ്രജ്വൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു സംഭവം എന്താണ്? യൂട്യൂബിലാണോ ഇൻസ്റ്റഗ്രാമിലോ? സൂര്യ TV. ഓ, സൂര്യ TV നമ്മളെ ഇൻസ്റ്റഗ്രാം ആണ്. നിങ്ങളെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ലൈഫിലെ ഒരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും ആവശ്യപ്പെടുക? ആൾക്കാരുടെ മനസ്സ് വായിക്കാം. ഞാൻ ഗസ് ചെയ്തു, സത്യമായിട്ട് ഞാൻ ഗസ് ചെയ്തു ആൾക്കാരുടെ മൈൻഡ് റീഡിങ് ആയിരിക്കും ഞാൻ ചോദിക്കേണ്ടാവുക. ലൈഫിൽ ഏറ്റവും പ്രൗഡായി തോന്നിയ മൊമെന്റ് ഏതാണ്? ഡെഫിനറ്റ്ലി ഈ 2 സിനിമ ചെയ്ത സമയം, അത് ഇറങ്ങിയ സമയം. അത് കൂടാണ്ട് ആക്ച്വലി വേറൊരു ഫൺ ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വർഷം ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു 8 പ്രാവശ്യമെങ്കിലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇത് സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നില്ല പോകുന്നത്. എന്ന് വെച്ചാൽ ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ മരണം സംഭവിക്കുകയാണല്ലോ. അപ്പോൾ അമ്മമാരൊക്കെ ഇരുന്ന് അവിടെ ഭയങ്കര കരച്ചിലായിരിക്കും. അവർക്കൊന്നും എണീറ്റ് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല, അത്രയും കരഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മെല്ലെ സൈഡിൽ പോയി ഇരിക്കുന്നു. അമ്മയെ സുഖല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ കാണുന്നത് അതെനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. ബിക്കോസ് അവർ ഞെട്ടി ഇങ്ങനെ ആരത് എന്നൊക്കെ ആവും. പക്ഷേ ദാറ്റ് വാസ് എ വെരി പ്രൗഡ് മൊമെന്റ് ഫോർ മീ that I was be able to do that with a lot of ammas. പ്രജ്വലിന് കിട്ടിയിട്ടുള്ളതോ കൊടുത്തിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഗിഫ്റ്റ് എന്താണ്? അതാണ് ഞാൻ മിഞ്ഞാന്നും കൂടി ഇത് ആലോചിച്ചേ ഉള്ളൂ. എനിക്ക് റൊമാൻറ്റിക് ആയിട്ട് ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. നമ്മൾ നോണയാണ് പറയുന്നെങ്കിൽ ഇടുത്തി വീഴട്ടെ എന്നാ? ഇല്ല, നോണ അല്ല. ഞാൻ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാത്ത കാറ്റഗറിയിലല്ല. അതാണ് സിംഗിൾ ആയിട്ടിരിക്കുന്നത്, മനസ്സിലായോ?
നന്നായി, അല്ലെങ്കിൽ ആ തലവേനയും കൂടെ എടുത്ത് വെക്കേണ്ടി വന്നേനെ. അതെ. എപ്പോഴെങ്കിലും ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടോ, കരിയർ വൈസ് ആയാലോ ഏതെങ്കിലും തരത്തിൽ? ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടില്ല. ആണോ? എനിക്ക് ആ കോൺസെപ്റ്റിനോട് യോജിപ്പില്ല. ഐ ഡോ നോ, ഐ സോൾവ് മൈ ഓൺ പ്രോബ്ലംസ്. ഞാൻ അങ്ങനെ സംസാരിച്ച് ഡിപ്രസ്ഡ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് ഒരു യോജിപ്പില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്കത് വർക്കൗട്ട് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ഡിപ്രഷൻ ഉണ്ട്. ഈ വേൾഡിൽ കുറേ ആൾക്കാർക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യവും അമ്മയും അച്ഛനും ഇത്ര സ്ട്രോങ് ആയതുകൊണ്ടും എനിക്കത് പേഴ്സണലി അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എങ്ങനെയാണ് ആ ഒരു കോപ്പിംഗ് മെക്കാനിസം? അപ്പോൾ അത് ഇൻ വേർഡ്സ് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ എസെൻഷ്യലി ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിച്ച് അതിൻ്റെ പറ്റി ചിന്തിച്ച് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞാൻ തന്നെ മനസ്സിൽ കണ്ടുപിടിക്കും. പിന്നെ പ്ലസീബോ എഫക്റ്റ് ആണല്ലോ. നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും നമ്മൾ ഓക്കെ ആണ് എന്ന് നമ്മൾ 100 പ്രാവശ്യം നമ്മൾ സ്വന്തം പറഞ്ഞ് നടന്നാൽ അത് ഓക്കെ ആവും. അതങ്ങനെയാണ്. ഇനിയിപ്പോൾ 2 ഓപ്ഷൻ ഞാൻ തരാം, ബീങ് എൻ ആക്ടർ ആൻഡ് ബീങ് എ ഡാൻസർ. വിച്ച് വൺ വുഡ് യു ചൂസ്? ആക്ടർ. ഐ എം നോട്ട് ഗോയിങ് ടു ചൂസ് അങ്ങനെ വൺ ഓർ ദി അതർ എന്നല്ല. പക്ഷേ എനിക്കിപ്പോൾ എന്തോ എന്നെ സംബന്ധിച്ചോളം എനിക്ക് സിനിമ ഒരു പ്രാന്തായി മാറിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഡാൻസിങ് വേണ്ടാന്ന് പറയില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസിങ് ഷേപ്ഡ് ഞാൻ ആരാണെന്നും ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ഡാൻസർ ആയതുകൊണ്ടാണ്. അപ്പം എന്തായാലും പ്രജ്വലിനെ ഇത്രയും നേരം നമുക്കിവിടെ കിട്ടി, നമ്മൾ സംസാരിച്ചു, ഫൺ ഗെയിംസ് കളിച്ചു. മാൻ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. അപ്പം വെറുതെ അങ്ങനെ പോകാൻ പറ്റില്ല, നമുക്ക് 2 നൃത്ത ചുവടുകളോട് കൂടിയിട്ട് ഇന്നത്തെ ഇന്റർവ്യൂ. എന്റെ പ്രേക്ഷകർ ഇതുവരെ ഞാൻ സെല്ലുലോയിൽ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടില്ല. ഇന്നത് നമുക്ക് മാറ്റി കൊടുക്കാം അല്ലേ? എന്നല്ല, കമോൺ. എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is me, Meenakshi Sudhir with Prajwal signing off. Bye.